പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അപമാനങ്ങൾ കേൾക്കുമ്പോൾ, അപവാദങ്ങൾ കേൾക്കുമ്പോൾ, നാം അറിയാത്ത വേദനകൾ അല്ലെങ്കിൽ അപമാനങ്ങൾ നമ്മുടെ നേരെ വരുമ്പോൾ നാം തളർന്നു പോകാറുണ്ട്, ക്ഷീണിച്ചു പോകാറുണ്ട്. വിശുദ്ധ തിരുവെഴുത്തിൽ എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നെൻ്റെ പ്രിയമുള്ളവരുമായി പരിശുദ്ധാത്മാവ് കൈമാറുവാൻ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൂത് ഞാൻ കൈമാറുന്നത്: അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് യേശു കർത്താവിൻ്റെ ഇഹലോകത്തിലെ ശുശ്രൂഷയ്ക്ക് അനന്തരം മാനവരാശിയുടെ പാപപങ്കുലമായ ജീവിതത്തിൽ അവരെ കരകയറ്റുവാൻ ക്രൂശിലേക്ക് നടന്നു നീങ്ങുന്ന ഭാഗങ്ങൾ നമുക്കറിയാൻ കഴിയും. അതിൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അനേകരെ സൗഖ്യമാക്കുകയും അനേകർക്ക് വിടുതൽ പകരുകയും ചെയ്തു. എന്നാൽ പരമപ്രധാനമായ ഒരു ശുശ്രൂഷയിലേക്കാണ് യേശു നടന്നു നീങ്ങുന്നത്. കാൽവറിയുടെ മലമുകളിൽ യേശു മാനവരാശിക്ക് വേണ്ടി അവരുടെ പാപപങ്കുലമായ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി ക്രൂശിനെ സഹിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പം നമ്മുടെ മുൻപിൽ നമുക്ക് നോക്കുവാൻ, നമുക്ക് വരച്ച് കാണിച്ചിരിക്കുന്ന, നമ്മുടെ മുമ്പിൽ മാതൃകയായിരിക്കുന്ന ഒരു യേശുവിനെ നോക്കുവാൻ പറയുന്നു. ആ യേശുവിൻ്റെ മാതൃക നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ട് അടുത്ത പദം പറയുകയാണ്: അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് വലിയൊരു മാതൃകയാണ്. എന്താ മാതൃക നൽകി തരുന്നത്? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ അനേക തരത്തിലുള്ള പ്രതിസന്ധികളും അനേക തരത്തിലുള്ള പ്രതികൂലങ്ങളും നാം ഫേസ് ചെയ്യേണ്ടവരാണ്. അതിലൊന്നാണ് ഈ അപമാനം എന്ന് പറയുന്നത്. അപമാനം കേൾക്കുക. എന്താ യേശുവിന് നേരെ പറഞ്ഞ അല്ലെങ്കിൽ യേശുവിന് നേരെ ഉണ്ടായ അപവാദങ്ങൾ എന്താണ്? സ്തോത്രം. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി എന്ന് വേണ്ട യേശുവിൻ്റെ അരികിൽ വരുന്നവർക്ക് ആശ്വാസവും വിടുതലും സമാധാനവും സന്തോഷവും പകർന്നു. എന്നാൽ യേശുവിൻ്റെ നേരെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് അവൻ വഴിതെറ്റിക്കാൻ വന്നതാണെന്നും അവൻ്റെ പിറകെ പോകരുതെന്നും സ്തോത്രം എന്നു വേണ്ട യേശുവിൻ്റെ ശുശ്രൂഷയെ തികയ്ക്കാതിരിപ്പാൻ പലതും പറഞ്ഞുണ്ടാക്കി. എന്തിനേറെ പറയുന്നു, ക്രൂശിൽ കിടക്കുമ്പോൾ പോലും രണ്ട് കള്ളന്മാരുടെ നടുവിൽ കിടക്കുമ്പോൾ ഒരു കള്ളൻ യേശുവിനെ നോക്കി പറയുന്ന പദങ്ങൾ ഇപ്രകാരമാണ്: നീ ഇവിടെ ശുശ്രൂഷകൾ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു, നീ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നിനക്ക് അതിന് കഴിവുണ്ടോ എന്ന്, നീ ഈ ഭൂമിയിൽ ഇത്രമാത്രം ശുശ്രൂഷകൾ ചെയ്തു, ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്തു, ഇങ്ങനെയും കൂടെ ഒരു അത്ഭുതം ചെയ്യുക എന്ന് യേശുവിൻ്റെ നേരെ പറയുകയാണ്. മുഖത്ത് തുപ്പലേൽക്കുകയാണ്. യേശുവിൻ്റെ നേരെ മുഖത്ത് തുപ്പുമ്പോൾ യേശു അതിനെ സ്തോത്രം പ്രതികരിക്കുന്നത്, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെറുപുഞ്ചിരിയോടെയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഇന്ന് എൻ്റെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, ചില അപമാനങ്ങൾ നാം സഹിക്കേണ്ടതാണെന്ന് ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണെങ്കിൽ അതിനെ അലക്ഷ്യമാക്കി, അതിനെ ചെവിക്കൊള്ളാതെ, അത് നമ്മുടെ നേരെ വരുമ്പോൾ ആ അപമാനങ്ങളും അപവാദങ്ങളും എൻ്റെ നേരെ തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് മുൻപോട്ട് തന്നെ ക്രൂശിലേക്ക് തന്നെ നോക്കി യാത്ര തുടരുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള വലിയൊരു ഉയർപ്പ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ദൈവം വെളിപ്പെടുത്തുവാനിടയായി തീരും. യേശുവിൻ്റെ മുഖത്തേക്ക് തുപ്പുമ്പോഴും, തലയിൽ മുൾക്കിരീടം ആഞ്ഞു തറയ്ക്കുമ്പോഴും, ശരീരത്തെ ഉഴവുചാലുപോലെ കീറുമ്പോഴും, കണ്ടാൽ ആളറിയാത്ത നിലയിൽ ആക്കുമ്പോഴും, യേശുവിൻ്റെ നേരെ നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോഴും, ആ പരിഹാസത്തെയും ആ അപമാനങ്ങളെയും അലക്ഷ്യമാക്കി കളഞ്ഞ യേശുവിനെയാണ് ഇവിടെ എബ്രായ ലേഖനത്തിനകത്ത് വിശുദ്ധ
വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു മാതൃകയാക്കാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, ചില അപമാനങ്ങൾ നമ്മുടെ നേരെ വരുമ്പോൾ, ചിലരെ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് യേശു സഹിച്ചത്രയും അപമാനങ്ങൾ നമ്മുടെ നേരെ വന്നിട്ടില്ല. എന്നാൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ തരത്തിലുള്ള അപമാനങ്ങൾ വരുമ്പോൾ പലപ്പോഴും നാം തളർന്നു പോകാറുണ്ട്, പലപ്പോഴും നാം ഇല്ലായ്മയായി പോകാറുണ്ട്, എന്തിന് ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ തോന്നാറുണ്ട്. ഇങ്ങനെ സ്തോത്രം കേൾക്കേണ്ട എന്തോ ഒരു അവസ്ഥയാണ് വരുന്നത്, ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ട അവസ്ഥകൾ എന്തുകൊണ്ട് വരുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇന്ന് എന്നെ ഈ ശ്രവിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറട്ടെ. ചില അപമാനങ്ങൾ, ചില അപവാദങ്ങൾ അത് മഹത്വത്തിലേക്കും മാന്യതയിലേക്കും കൊണ്ടെത്തിക്കുന്നൊരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഹൃദയം തളർന്ന് വാടിത്തളർന്ന് ഇനി മുൻപോട്ട് എനിക്ക് ജീവിക്കണ്ട, എനിക്കിങ്ങനെയൊന്നും കേൾക്കാൻ ആവശ്യമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ട ഒരു വ്യക്തിയാണോ എന്ന് വേദനപ്പെട്ട് മുറിവേറ്റുപോയൊരു സാഹചര്യത്തിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? താങ്കളെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾക്ക് നോക്കുവാൻ പറ്റിയ വലിയൊരു മാതൃകയാണ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ആ യേശുവിനെ തന്നെ, ആ ക്രൂശിലേക്ക് തന്നെ ഒന്ന് നോക്കുവാനിടയായി തീരണം. അതേ യേശു ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞ ക്രൂശിനെ സഹിച്ചൊരു യേശുവിനെ എന്ന് പറഞ്ഞാൽ തൻ്റെ ചെവിയിൽ കേൾക്കുന്ന, തൻ്റെ മുഖത്തിനു നേരെ പറഞ്ഞു വിടുന്ന അപമാനങ്ങളെ തൻ്റെ ലക്ഷ്യമതല്ല. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് പറയാം, താങ്കളുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? കർത്താവ് ഈ ഭൂമിയിലേക്ക് അയച്ച ശുശ്രൂഷകൾ നിറപടിയായി ചെയ്യുക. കർത്താവ് ഈ ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് അയച്ച നിയോഗങ്ങൾക്ക് അനുസൃതമായി ഓടുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നിയോഗങ്ങൾക്ക് അനുസൃതമായി ഓടുമ്പോൾ ഒരു പക്ഷെങ്കിൽ അപമാനങ്ങൾ കാണാം, ചതിക്കുഴികൾ കാണാം, വഞ്ചനകൾ കാണാം. സ്തോത്രം ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും ലക്ഷ്യപ്പെടുത്താതെ, അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. ഒരാൾ നമുക്കെതിരെ നിൽക്കുമ്പോൾ അവർക്കെതിരെ നിൽക്കുന്നതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് അവർ ചെയ്യുന്നത് ചെയ്തോട്ടെ, അവർ അപമാനിച്ചോട്ടെ, അവർ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിക്കോട്ടെ, അവരെന്തും ചെയ്തോട്ടെ. എൻ്റെ ലക്ഷ്യം ദൈവം എന്നെ അയച്ച നിയോഗത്തിലെത്തുക എന്നുള്ളതാണ്. ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്നൊരു നിയോഗമുണ്ട്, ആ നിയോഗത്തിലെത്തുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ചില അപമാനങ്ങളെ അലക്ഷ്യമായിട്ട് കരുതിയിട്ട് അതിനെ മൈൻഡ് ചെയ്യാതെ ദൈവം ഏൽപ്പിച്ച നിയോഗത്തിലേക്ക് എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ വലിയ കൃപകളോടെ, വലിയ ദൈവിക പ്രവൃത്തികളോടെ ദൈവം നമ്മെ ഉയർത്തട്ടെ, ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തവ്യ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.